ഹായ് കൂട്ടുകാരെ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക്. നമ്മുടെ നിത്യജീവിതത്തിൽ അസുഖങ്ങൾ ഇനി വരാതിരിക്കാൻ ഈ 4 പോയിൻ്റുകളൊന്ന് ശ്രദ്ധിക്കുക. കഴിവതും അസുഖങ്ങൾ വരാതിരിക്കും. കഴിവതും 10 മണിക്ക് മുമ്പ് ഉറങ്ങുന്നത് ഒരു ശീലമാക്കുക. ഒരു ഏറ്റവും നല്ല മരുന്നാണ്. പണ്ടുള്ള ആൾക്കാർ വളരെ കഠിനാധ്വാനം ചെയ്തിട്ട് രാത്രി 9 മണി 8 കഴിഞ്ഞ ഉടനെ അവർക്ക് ഓട്ടോമാറ്റിക് ഉറക്കം വരും. പിന്നെ പോയി ബെഡേ കണ്ടാൽ അവർ രാവിലെ 5 മണിക്കൊക്കെ ആയിരിക്കും ഓട്ടോമാറ്റിക് ഉറക്കം എണ്ണിക്കുന്നത്. ഇതൊക്കെ കൃഷിയിൽ നിന്നുള്ള വരുമാനം ഉള്ളവരാണ് കൂടുതലും ആൾക്കാരും. അവർ അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. അതിനുവേണ്ടി അവർ ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരു പശുവെങ്കിലും കാണും. അതിന് രാവിലെ എണ്ണിച്ച് പാല് പിഴിയണമെന്നുള്ള ഒരു ചിന്താഗതിയിൽ അവർ ഓട്ടോമാറ്റിക് 5 മണിക്ക് തന്നെ എണ്ണിച്ചിരിക്കും. അങ്ങനെ അവർക്ക് ഒരസുഖവും ഉണ്ടായിരുന്നില്ല. അന്ന് കൊളസ്ട്രോൾ എന്താണെന്ന് മറ്റേ ഷുഗർ ഇതൊക്കെ തീരെ കുറവായിരുന്നു. ഇന്ന് ആധുനിക ശാസ്ത്രം വികസിച്ചതോടുകൂടി എല്ലാ അസുഖങ്ങളും അറിയാൻ പെട്ടെന്ന്. അന്ന് വലിയ അസുഖങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അത് കഠിനാധ്വാനം ചെയ്യുക, രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ആർക്കും. കഴിവതും 10 മണിക്ക് മുമ്പ് രാത്രി ഉറങ്ങാൻ നോക്കുക. അതൊരു അസുഖം കുറയ്ക്കുന്ന ഒരു മരുന്ന് തന്നെയാണ്. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഏകദേശം 8 മണിക്കൂർ ഉറങ്ങിയെങ്കിൽ മാത്രമേ ആ ദിവസത്തെ ക്ഷീണങ്ങൾ മാറ്റാൻ കഴിയൂ. ഈ ഉറക്കത്തിലൂടെയാണ് മനുഷ്യനെ ഒന്ന് റീചാർജ് ചെയ്യുന്നത്. ഉറങ്ങുന്നത് നല്ലൊരു ടോണിക്കുമാണ്. അമിത ഉറക്കം ആപത്തുമാണ്. നടക്കുന്നത് പ്രകൃതിയിലൂടെ ഒരു മരുന്ന് തന്നെയാണ്. വെറുതെ നടന്നാൽ പോരാ, 2 കൈകളും വീശി കഴിവതും നടക്കുക. എന്നെങ്കിൽ മാത്രമേ ശരീരം ഒന്ന് അനങ്ങത്തുള്ളൂ. കഴിവതും ചെടികൾക്ക് പകരം കുറേ പച്ചക്കറികളൊക്കെ നട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നത് വളരെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. വെറും വയറ്റിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. രാവിലെ എണ്ണിച്ചാൽ ഉടനെ വെറും വയറ്റിൽ 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. 75 കിലോ ഉള്ള ഒരാൾക്ക് ഏകദേശം 3 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് ഓരോ 25 കിലോയ്ക്ക് ഓരോ ലിറ്റർ. അങ്ങനെ 50 കിലോ ഉള്ളവർക്ക് 2 ലിറ്ററും 75 കിലോ ഉള്ളവർക്ക് 3 ലിറ്ററും വെള്ളം വേണമെന്നാണ് ഡോക്ടർമാരുടെ കണക്കുകൾ പറയുന്നത്. ഈ വെള്ളം കുടിച്ചതിന് ശേഷം മൗനമായിട്ട് 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല ഒരു ടോണിക്കാണെന്നാണ് ആധുനിക മനഃശാസ്ത്രം വരെ പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മനസ്സിനെ ഒരു ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോകാനും